വാമ്പയർ അഥവാ രക്തരക്ഷസ്. ഇത് കേട്ടാൽ ഇന്നും നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിവരുന്ന പേര് ഡ്രാക്കുളയുടേതാണ്. രാത്രിയുടെ മറവിൽ വവ്വാലിന്റെ രൂപത്തിൽ പറന്നുവന്ന് മനുഷ്യരക്തം കുടിക്കുന്ന രക്തരക്ഷസ്. ഈ കഥ കേൾക്കാത്ത ആരുമുണ്ടാവില്ല. യഥാർത്ഥത്തിൽ രക്തരക്ഷസുകളുണ്ടോ? അതോ ഇതൊക്കെ വെറും കഥയാണോ? ഇതിന്റെ യാഥാർത്ഥ്യമറിയാൻ വരൂ തുടങ്ങാം ഇന്നത്തെ കഥ. ദ ബ്ലഡി ട്രൂത്ത് അബൌട്ട് വാമ്പയർ വിത്ത് മൈ ചാനൽ. ഐറിഷ് എഴുത്തുകാരനായ ബ്രാം സ്റ്റോക്കർ 1897 എഴുതിയ നോവലാണ് ഡ്രാക്കുള. വ്ളാദ് ദ എംപേലർ എന്നറിയപ്പെട്ട വ്ളാദ് ഡ്രാക്കുളിയയുടെ പേരിലാണ് ബ്രാം സ്റ്റോക്കർ ഡ്രാക്കുളയ്ക്ക് പേരിട്ടതെന്ന് കരുതപ്പെടുന്നു. ആരാണ് ഈ വ്ളാദ് ഡ്രാക്കുളിയ? വലേഷ്യയുടെ രാജകുമാരനായിരുന്ന വ്ളാദ് മൂന്നാമൻ, അതായിരുന്നു ഡ്രാക്കുള. ഇദ്ദേഹം വ്ളാദ് ദ എംപേലർ അഥവാ ഡ്രാക്കുള എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ചരിത്രകാരന്മാർ ഡ്രാക്കുളയെ ധീരനായ പോരാളിയായും ശത്രുക്കളോട് ക്രൂരമായി പെരുമാറുന്ന ക്രൂരനായ ഭരണാധികാരിയായും വിശേഷിപ്പിക്കുന്നു. അദ്ദേഹം ചോര കുടിച്ചാണ് യൗവനം നിലർത്തുന്നത് എന്നൊരു കഥ ആ കാലത്ത് പ്രചരിച്ചിരുന്നു. ഡ്രാക്കുളയുടെ മരണശേഷം ഡ്രാക്കുളയുടെ കഥകൾ പല രീതിയിൽ പ്രചരിച്ചു. അയാളുടെ സ്വഭാവ വൈചിത്ര്യങ്ങൾ അയാളെ കഥകളിലെ രക്തരക്ഷസാക്കി മാറ്റി. എന്നാൽ യഥാർത്ഥത്തിൽ വാമ്പയർ അഥവാ രക്തരക്ഷസുകൾ ഉണ്ടോ എന്ന ചോദ്യത്തിനുത്തരം രക്തരക്ഷസുകൾ അവശേഷിക്കുന്നു എന്നതിന്റെ പുരാവസ്തു തെളിവുകൾ നിലവിലുണ്ട് എന്നതാണ്. ഉദാഹരണത്തിന് ഹോളണ്ടിലെ ക്ലീവൈസിൽ ഒരു പുതിയ ഹൈവേ നിർമ്മാണ സ്ഥലത്തിനായുള്ള ഖനനത്തിൽ ഒരു ശവകുഴി കണ്ടെത്തി. അതിൽ കാണപ്പെട്ട അസ്ഥികൂടത്തിൽ തല ഛേദിക്കപ്പെട്ട് കാലുകളിൽ വെച്ചിരിക്കുന്ന നിലയിലായിരുന്നു കാണപ്പെട്ടത്. ഇതുപോലെ 13 അസ്ഥികൂടങ്ങൾ അവിടെ കണ്ടെത്തി. കിഴക്കൻ യൂറോപ്പിൽ വാമ്പയർ അഥവാ രക്തരക്ഷസുകളുടെ ഭയം വ്യാപകമായിട്ടുണ്ടായിരുന്ന 15-16 നൂറ്റാണ്ടിലേതാണ് മൃതദേഹങ്ങളെന്ന് പുരാവസ്തു ഗവേഷകർ വിശ്വസിക്കുന്നു. തലയോട്ടികളിൽ കല്ലുകൾ പതിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒരു രക്തരക്ഷസുകളുടെ ശ്മശാന സ്ഥലമാണെന്ന വ്യക്തമായ സൂചനയുണ്ടെന്ന് അടുത്തുള്ള നഗരമായ കറ്റോവിസിലെ സ്മാരക സംരക്ഷണ ഓഫീസിലെ പുരാവസ്തു ഗവേഷകനായ ലൂക്കസ് ഒപ്റ്റിലോവിക് പറഞ്ഞു. ഇതെല്ലാം രക്തരക്ഷസുകൾ തിരികെ ജീവിതത്തിലേക്ക് മടങ്ങി വരാതിരിക്കാനാണ് ചെയ്യുന്നതെന്നും അയാൾ പറഞ്ഞു. ഇതുപോലെ സമാനമായ പല കണ്ടെത്തലുകളും ലോകത്തിന്റെ പലയിടത്തും നടന്നിട്ടുണ്ട്. രക്തരക്ഷസുകൾ ഉണ്ടെന്ന വിശ്വാസം ഇന്നും നമുക്ക് ചുറ്റും നിലനിൽക്കുന്നുണ്ട്. തെക്കൻ ഘാനയുടെ തലസ്ഥാനമായ അക്രയിലെ ജനങ്ങൾക്ക് രക്തരക്ഷസിനെ പോലെയുള്ള ഒരു വിചിത്ര ജീവിയെക്കുറിച്ചുള്ള ഭയാനകമായ ഒരു ഐതിഹ്യമുണ്ട്. വനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് ഇന്നും ഈ വിചിത്ര ജീവി ഒരു പേടി സ്വപ്നമാണ്. അസംബുസം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വിചിത്ര ജീവി പിങ്ക് ചർമ്മവും നീളമുള്ള ചുവന്ന തലമുടിയും കാലുകളിൽ കൊളുത്തുപോലുള്ള നഖങ്ങളുമുള്ള ഒരു ഹ്യൂമനോയിഡ് എന്നാണ് ഈ ജീവിയെ കണ്ട സാക്ഷികൾ പറഞ്ഞത്. ഈ ജീവി തന്റെ ഇരയുടെ കഴുത്തിൽ തന്റെ കാലിലെ കൂർത്ത നഖങ്ങൾ കുത്തിയിറക്കി അവരുടെ ശരീരത്തിലെ രക്തം കുടിക്കുമെന്നാണ് ആ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസം. ഹിന്ദു പുരാണങ്ങളിൽ മനുഷ്യരക്തവും മാംസവും ഭക്ഷിക്കുന്ന ബ്രഹ്മപുരുഷ എന്നൊരു ദുഷ്ടാത്മാവിനെ കുറിച്ച് പുരാണങ്ങളിൽ വിവരിക്കുന്നുണ്ട്. ലോകത്തിന്റെ പലയിടത്തും രക്തരക്ഷസുകളെ പോലെയുള്ള വിചിത്ര ജീവികളെ കുറിച്ചുള്ള ഐതിഹ്യ കഥകളുണ്ട്. അറ്റ്ലാന്റ് വാമ്പയർ അലയൻസ് നടത്തിയ സർവേയിൽ 2015 യഥാർത്ഥ വാമ്പയർമാരായി തിരിച്ചറിയുന്ന 5000 പേരെങ്കിലും അമേരിക്കയിലുണ്ടെന്ന് കണ്ടെത്തി. സങ്കുയിൻസ് എന്നറിയപ്പെടുന്ന അവർ മനുഷ്യരക്തം കുടിക്കുകയും രക്തരക്ഷസുകളെ പോലെ സൂര്യപ്രകാശത്തു നിന്ന് ഒഴിഞ്ഞുമാറി ജീവിക്കുന്നവരുമാണ്. ജോനതൻ വെയ്സ് എന്ന ചരിത്രകാരന്റെ അഭിപ്രായത്തിൽ ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിൽ 6 ഭൂഖണ്ഡത്തിലും രക്തം കുടിക്കുന്ന രക്തരക്ഷസുകളെ കാണാൻ സാധിക്കും. ഇവർക്ക് വ്യത്യസ്ത രൂപങ്ങളും വ്യത്യസ്ത സംസ്കാരങ്ങളും വ്യത്യസ്ത രാജ്യങ്ങളുമുണ്ട്. ഈ നൂറ്റാണ്ടിലും രക്തരക്ഷസുകൾ മനുഷ്യരെ ആക്രമിച്ച സംഭവങ്ങൾ ഏറെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായാലും രക്തരക്ഷസുകൾ എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിൽ ഭയമുളവാക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. If you like my videos, please like and subscribe.